ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BSc ഫിസിക്സിൻ്റെ PYQs ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PYQസിനായിട്ട് നിങ്ങൾക്ക് യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂണിപ്രപ്പിൽ ജോയിൻ ചെയ്യാം. ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആ കപ്പാസിറ്ററിൻ്റെ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റിക്സിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ, അതായത് പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ല എന്തായാലും കപ്പാസിറ്ററിൻ്റെ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഗോസ് ലോ ആയിരിക്കും. ഓക്കെ, ഈ ഏരിയ എന്നാണ് പ്രധാനമായിട്ടും പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്ററിൻ്റെ ആ പ്രോബ്ലത്തിലേക്ക് നേരിട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ of capacitance 0.5 microfarad using paper sheets of thickness 4 into 10 raised to minus 5 meter as the dielectric. How many circular metal foils of radius 2 into 10 raised to minus 1 meter are required? Given the relative permittivity of paper is 5 and epsilon 0 എന്ന് പറയുന്നത് എത്രയാണ്? 8.9 into 10 raised to minus 12, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 8.85 into 10 raised to minus 12. ഓക്കെ, ഇത് ചെറിയ വാല്യൂ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടാക്കണം. എത്ര കപ്പാസിറ്റൻസിൻ്റെ? 0.5 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, സർക്കുലർ മെറ്റൽ ഫോയിൽസ് ഉണ്ട്. എത്ര റേഡിയസ് ഉള്ളത്? 2 into 10 raised to minus 1 മീറ്റർ റേഡിയസ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന ഡൈ ഇലക്ട്രിക്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 4 into 10 raised to minus 5 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്കേ ഇതുപോലുള്ള എത്ര സർക്കുലർ മെറ്റൽ ഫോയിൽ ഉണ്ടെങ്കിലാണ് എന്തുണ്ടാക്കാൻ പറ്റുക? ഒരു 0.5 മൈക്രോഫാരഡ് ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റുക. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിതാ കുറച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഷീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള, ഇതിപ്പോൾ എത്ര എണ്ണം നമുക്കറിയില്ല, എത്ര എണ്ണം. ഓക്കെ, ഇതുപോലത്തെ എത്ര കപ്പാസിറ്റൻസിൻ്റെ ഈ ഷീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ കപ്പാസിറ്റൻസ് 0.5 മൈക്രോഫാരഡ് കിട്ടുന്നതാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ ഡൈ ഇലക്ട്രിക് മെറ്റീരിയലും വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് മാറ്റി ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ ഇതിൽ എന്താ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, തന്നിട്ടുള്ള എല്ലാ ഡാറ്റാസും ഒന്ന് എഴുതി കഴിയാൽ തന്നെ എന്താകും, നമുക്ക് അതിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് ഓക്കെ നമ്മളിത് മുൻപ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഇത് മാച്ച് ആവുന്നുണ്ടല്ലോ, അതിവിടെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനൊരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരും. സോ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റാസൊക്കെ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇതിലെ ഡാറ്റാസ് മാറ്റി എഴുതുകയാണ്. നമുക്ക് വേണ്ട കപ്പാസിറ്റൻസ്, the capacitance we needed. needed capacitance എന്ന് എഴുതുകയാണേ. needed capacitance എത്രയാണ്? 0.5 മൈക്രോഫാരഡ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 0.5 into 10 raised to മൈക്രോ വെച്ചാൽ 6 അല്ലേ, ഫാരഡ് എന്ന് എഴുതാം. ഓക്കെ, അത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമ്മുടെ ഡൈ ഇലക്ട്രിക്കിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡൈ ഇലക്ട്രിക്കിൻ്റെ തിക്നെസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പേപ്പർ തിക്നെസ് അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് തിക്നെസ്. പേപ്പർ തിക്നെസ് എഴുതാണ് ഇവിടെ. പേപ്പർ തിക്നെസ് എത്ര തന്നിട്ടുള്ളത്? 4 into 10 raised to minus 5 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് ഡാറ്റ എന്താണ്? നമ്മുടെ മെറ്റൽ ഫോയിലിൻ്റെ റേഡിയസ്. ഓക്കെ, റേഡിയസ് ഓഫ് ഈച്ച് സർക്കുലർ മെറ്റൽ ഫോയിൽ. റേഡിയസ് ഓഫ് സർക്കുലർ മെറ്റൽ ഫോയിൽ. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 2 into 10 raised to minus 1 മീറ്റർ. ഓക്കെ, ആൻഡ് വേറെ ഒന്നും കൂടെ തന്നിട്ടുണ്ട്, നമ്മുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്കിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് നമുക്ക് എന്ത് പറയാം?
ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ എന്ന് നമ്മൾ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, എപ്സിലോൺ ആർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്, 5 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് വേറെ ഒരാളെയും കൂടെ തന്നിട്ടുണ്ട്. എന്താണ്, എപ്സിലോൺ സീറോ എത്ര തന്നിട്ടുള്ളത്, 8.9 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. അപ്പോൾ നോക്കിയേ, ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് ഇത്രയും ഡാറ്റാസ് വെച്ചിട്ട് പേപ്പർ തിക്നെസ്സും സർക്കുലർ ഫോയിലിൻ്റെ റേഡിയസും നമ്മുടെ പെർമിറ്റിവിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പാസിറ്റർ, അതായത് ഇത്രയും മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അങ്ങനെ ഇത്രയും മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഞാൻ കാണാൻ പോവാണ്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ മതി, അതുപോലത്തെ എത്ര കപ്പാസിറ്റേഴ്സ് കൂട്ടിച്ചേർത്താൽ എനിക്ക് 0.5 മൈക്രോ ഫാരഡ് കിട്ടും നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് അത് എത്രയാക്കുന്നു നോക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ അത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്, സി. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടാവും, അതായത് നമ്മുടെ കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ പറയാറ് ഇതിപ്പോൾ ഡൈഇലക്ട്രിക് വെച്ചിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ സി പ്രൈം ആക്കി എടുത്തിരുന്നെങ്കിൽ ഇതെന്തായിരുന്നു വരിക, KC0 വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ വാക്കുള്ള കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. ഇങ്ങനൊരു ഇക്വേഷൻ എഴുതി നമുക്ക് ഓർമ്മയുണ്ടോ, കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എപ്സിലോൺ ആർ ഇൻറ്റു C0 എന്ന് എഴുതായിരുന്നു. ഓക്കെ, ആൻഡ് C0ൻ്റെ വാല്യൂ എന്താ വരിക, നമ്മുടെ C0 എന്താ അവിടെ വരിക, C0 വിൽ ബി എന്തായിരുന്നു ഇക്വേഷൻ, എ എപ്സിലോൺ സീറോ ബൈ ഡി അല്ലായിരുന്നോ, അതല്ലായിരുന്നു നമ്മുടെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇടയിൽ രണ്ട് പേപ്പർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ വാക്കുവാണെങ്കിൽ ആ സമയത്തുള്ള കപ്പാസിറ്റൻസ് എന്തായിരുന്നു, എ എപ്സിലോൺ സീറോ ബൈ ഡി ആയിരുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ കാര്യം കൂടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഞാൻ സി പ്രൈം ഇവിടത്തേക്ക് മാറ്റി എഴുതാണ്. സി പ്രൈം വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു അല്ലെങ്കിൽ എപ്സിലോൺ ആർ ഇൻറ്റു എ എപ്സിലോൺ സീറോ ബൈ ഡി വരും. എനിക്ക് എന്ത് ചെയ്യാൻ, ഇത്രയും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എനിക്ക് ഓൾറെഡി ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് ഞാൻ ഇതിലേക്ക് എഴുതും. അതിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യാൻ പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഏരിയ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി ഏരിയ ആയിട്ട് തന്നിട്ടില്ല, നമുക്ക് റേഡിയസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഏരിയ എന്ത് ചെയ്യാണ്, അതൊന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് എന്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഏരിയ എ എന്താണ്, ഏരിയ എ എന്താ, സർക്കുലർ ഫോയിലാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഏരിയ എന്ന് പറയണത്, πr² അല്ലേ, എന്തായിരിക്കും, πr² ആയിരിക്കും. ആൻഡ് ആ വാല്യൂ എന്താ വരിക, പൈ ഇൻറ്റു ആർ എത്ര നമുക്ക് തന്നിട്ടുള്ളത്, 2 × 10⁻⁻1 മീറ്റർ, 2 × 10⁻⁻1 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് വരും, 4π × 10⁻² മീറ്റർ സ്ക്വയർ വരും. ഇതാണ് എൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എത്രയാ, 5 വരും. ഇൻറ്റു ഏരിയ എന്ന് പറയണത് 4π × 10⁻². എപ്സിലോൺ സീറോൻ്റെ വാല്യൂ 8.9 × 10⁻⁻12 വരും. ആൻഡ് എൻ്റെ ഡി എന്താണ് വരിക, ഓക്കെ, ഡി എന്താ എനിക്ക് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നോക്കി, പേപ്പർ ഷീറ്റ്സ് ഓഫ് തിക്നെസ് 4 × 10⁻⁻5 മീറ്ററാണ്. അപ്പം നമ്മൾ എന്താ അസ്യൂം ചെയ്യണത്, ഈ രണ്ട് നമ്മുടെ കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷീറ്റിൻ്റെ ആ കണ്ടക്റ്റിംഗ് ഷീറ്റിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ആയി ഡൈഇലക്ട്രിക് ഉണ്ട് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, വേറെ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അല്ലാതെ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാണ്, ആ പേപ്പർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈഇലക്ട്രിക് ഉണ്ട്, ആ ഒരു അസംഷൻ എടുക്കുകയാണ്. ആൻഡ് അപ്പോൾ എൻ്റെ ഡി എന്ത് വരും, എൻ്റെ ഡി വിൽ ബി 4 × 10⁻⁻5.
ഓക്കെ, ഇതാണ് എൻ്റെ എന്ത് വരിക സി പ്രൈമിൻ്റെ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കുള്ള ഒരു സിംഗിൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വരിക. അങ്ങനെ ഇത് ചെയ്ത് നോക്കിയാലേ എന്താ ആൻസർ വരിക നമ്മൾ നോക്കി. ഇത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ തന്നെ നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ അലോഡ് ആയിരിക്കും, കാൽക്കുലേറ്റർ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ആൻസർ വരിക 139.8 ഇൻറ്റു 10⁻⁻9 ഫാരഡ്. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് വാല്യൂ ഇത് തന്നെയാണ് വരിക കേട്ടോ. ആൻഡ് 10⁻⁻9 ഫാരഡ്. എന്താ -9 എന്ന് പറയുന്ന സമയത്ത് നാനോ അല്ലേ, അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ഇതിനെ 139.8 നാനോ ഫാരഡ് എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ഇപ്പം എന്താ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പം എനിക്ക് കിട്ടിയത് ഒരു സിംഗിൾ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസാണ്. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 0.5 മൈക്രോ ഫാരഡ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ എത്ര കപ്പാസിറ്റേഴ്സ് അടുക്കി വെച്ചാലാ കിട്ടുക നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, നമ്പർ ഓഫ് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 0.5 മൈക്രോ ഫാരഡ് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, 0.5 മൈക്രോ ഫാരഡ് 0.5 മൈക്രോ ഫാരഡ് 10⁻⁻6 ഡിവൈഡഡ് ബൈ 139.8 ഇൻറ്റു 10⁻⁻9. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ 0.5നെയും കൂടെ നാനോയിലേക്ക് മാറ്റുക വിചാരിച്ചു. ഓക്കെ, അത് നാനോയിലേക്ക് മാറ്റുന്ന സമയത്ത് എനിക്ക് എന്താ വരിക, 500 എഴുതാമല്ലോ. 500 ഡിവൈഡഡ് ബൈ 139.8 വരും. ഓക്കെ, രണ്ടിനെ ഞാൻ എന്ത് ചെയ്യാണ്, നാനോ ഫാരഡിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇത് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് 500 ഡിവൈഡ് ബൈ 139.8 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ എന്താ അറിയോ, 3.58 വരിക. ഓക്കെ, ഇത് എക്സാക്റ്റ് ഇൻറ്റിജർ അല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നമ്പർ ഇത്ര കപ്പാസിറ്റേഴ്സ് വേണമെന്ന് പറയുന്ന സമയത്തെ ഞാൻ ഒരു 3.58 കപ്പാസിറ്റർ വേണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള വലിയ ഇൻറ്റിജർ വാല്യൂ എടുക്കുക കേട്ടോ. എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇപ്പോൾ ഒരു 3.12 വന്നാൽ പോലും എന്ത് ചെയ്യരുത്, 3 എന്നുള്ള രീതിയിൽ എടുക്കരുത്. എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജർ വാല്യൂ എടുക്കുക. അപ്പോൾ ഞാൻ എന്ത് എടുക്കുകയാണ്, ഇതിനെ 4 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വേണം, എനിക്ക് 4 ഇതേപോലത്തെ കപ്പാസിറ്റേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ 4 കപ്പാസിറ്റർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചോദിച്ചെന്താ, എത്ര കപ്പാസിറ്റർ വേണമെന്നല്ല, എത്ര കപ്പാസിറ്റർ പ്ലേറ്റ്സ് വേണമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കപ്പാസിറ്റേഴ്സ് അല്ല, എത്ര സർക്കുലർ മെറ്റൽ ഫോയിൽസ് ഓഫ് റേഡിയസ് 2 × 10⁻⁻1 മീറ്റർ വേണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 4 കപ്പാസിറ്റേഴ്സ് ഉണ്ടാക്കാൻ എത്ര സർക്കുലർ ഫോയിൽസ് വേണമെന്നുള്ളത് നമുക്ക് നോക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് നോക്കാം, 4 കപ്പാസിറ്റർ അല്ലേ വേണ്ടത്. 4 കപ്പാസിറ്റർ വേണമെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക, 1 കപ്പാസിറ്ററായി, 2 കപ്പാസിറ്ററായി, 3 കപ്പാസിറ്ററായി, 4 കപ്പാസിറ്റർ. ഓക്കെ, നോക്കിയേ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, ഇത് കപ്പാസിറ്റർ, C1, C2, C3, C4. അത് നിങ്ങളതിൽ പ്ലേറ്റ്സിൻ്റെ എണ്ണം നോക്കിയേ, 1 2 3 4 5. എത്ര പ്ലേറ്റ്സ് വേണം, 5 പ്ലേറ്റ്സ് വേണം. 4 കപ്പാസിറ്റർ ഉണ്ടാക്കാൻ അവിടെ എന്ത് വേണം, 5 പ്ലേറ്റ്സ് വേണം. അപ്പോൾ നമ്പർ ഓഫ് ഫോയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് അവിടെ വേണ്ടത്, അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഫോയിൽസ് റിക്വയർഡ്. നമ്പർ ഓഫ് ഫോയിൽസ് റിക്വയർഡ് എന്ന് പറയുന്ന സമയത്ത് എത്ര വരിക, നമ്മുടെ കപ്പാസിറ്ററിൻ്റെ എണ്ണത്തിനേക്കാളും ഒരു 1 കൂടുതൽ വേണ്ടി വരും. n+1 എത്ര വരിക, 4 + 1 = 5. ഓക്കെ, നമുക്ക് എന്ത് വേണം, 5 സർക്കുലർ ഫോയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു 0.5 മൈക്രോ ഫാരഡുള്ള കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റും വിത്ത് ഓൾ ദീസ് ഗിവൺ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യാം, കപ്പാസിറ്റർ ആണല്ലോ, എപ്പോഴും നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഇക്വേഷൻസും, ഒന്ന് നമ്മുടെ ഡൈഇലക്ട്രിക് വെച്ചിട്ടുള്ള ഇക്വേഷനും അതേപോലെ ഡൈഇലക്ട്രിക് വെക്കാതെയുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ 2 ഇക്വേഷൻസും, ഒന്ന് ഈ ഇക്വേഷനും ആൻഡ് ഒന്ന് ഈ ഇക്വേഷനും, ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും പ്രോബ്ലം തന്നെയാണ്. ഇത് 2024 പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലേറ്റ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാവ് ആൻ ഏരിയ ഓഫ് 50 cm². എന്താണ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട് ആൻഡ് അതിൻ്റെ ഏരിയ എന്താണ്, ഒരു പ്ലേറ്റിൻ്റെ ഏരിയ എന്താണ്, 50 cm² ആണ്. ആൻഡ് ആർ സെപ്പറേറ്റഡ് ബൈ 2 mm. ഓക്കെ, എങ്ങനെയാണുള്ളത്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, ഇങ്ങനെയാണ് കപ്പാസിറ്റർ ഉള്ളത് വിചാരിച്ചോ. ആൻഡ് ഇതിൻ്റെ ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്, ഏരിയ ഈക്വൽ ടു 50 cm². ആൻഡ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് തന്നിട്ടുള്ളത് 2 mm. ഓക്കെ, 2 mm ഡിസ്റ്റൻസ് ഉണ്ട്. ദ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ കണക്റ്റിംഗ് ഇറ്റ് ആണ് ഇവിടെ, കണക്റ്റിംഗ് ഇറ്റ് ടു 200 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ദ എനർജി ഓഫ് ദ ചാർജ്ഡ് കപ്പാസിറ്റർ. എന്താ തന്നിട്ടുള്ളത്, ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു 200 വോൾട്ട്, 200 വോൾട്ടാണ് ചോദിച്ചു, ഒരു 200 വോൾട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി എത്രയായിരിക്കും? ഓക്കെ, എനർജി ഓഫ് ദ കപ്പാസിറ്റർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കപ്പാസിറ്ററിൻ്റെ എനർജി കാണുന്ന ഇക്വേഷൻ അറിയാമല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ എനർജി കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ എനർജി കാണുന്ന ഇക്വേഷൻ U ഈക്വൽ ടു ½ CV². ഇതായിരുന്നല്ലോ നമ്മുടെ എനർജി കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷനും എപ്പോഴും ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലം ആണല്ലോ കിട്ടിയിട്ടുള്ളത്, തന്നിട്ടുള്ള ഡാറ്റാസൊക്കെ എന്ത് ചെയ്യാം, മാറ്റി എഴുതി വെക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ എത്ര തന്നിട്ടുള്ളത്, 50 cm² തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡി തന്നിട്ടുള്ളത് എത്രയാണ്, അതിൻ്റെ കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡി തന്നിട്ടുള്ളത് 2 mm തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് cm², ഇത് മില്ലിമീറ്ററിലുള്ളത്. ഞാൻ എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിനെ മീറ്ററിലേക്ക് മാറ്റാണ്, SI യൂണിറ്റിലേക്ക് മാറ്റി വിചാരിച്ചു. അപ്പോൾ 50 cm² ഞാൻ എന്ത് ചെയ്യാണ്, മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താ വരിക, 50 × 10⁻⁴ m² അല്ലേ വരിക അല്ലേ. ആൻഡ് ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, 5 × 10⁻³ m² എന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് എന്ത് കൺവേർട്ട് ചെയ്താണ്, cm² മീറ്റർ² കൺവേർട്ട് ചെയ്താൽ മതി. 10⁻² അല്ലേ വരിക ശരിക്കും, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്വയർ എടുത്തു. ആൻഡ് 2 mm, 2 mm എന്താ വരിക, 2 × 10⁻³ m വരും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി, ഡി കിട്ടി. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്, നമ്മുടെ വോൾട്ടേജ് എത്രയാണ് തന്നിട്ടുള്ളത്, വോൾട്ടേജ് V ഈക്വൽ ടു 200 വോൾട്ടാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി ഇക്വേഷൻ നോക്കി, U ഈക്വൽ ടു ½ CV² തന്നിട്ടുള്ളത്. അതിൽ V നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, C കാണണമല്ലോ, കപ്പാസിറ്റൻസ് കാണണമല്ലോ. അപ്പോൾ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഇതിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് തന്നിട്ടുള്ളൂ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റോ ഒന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ വാക്കുമാണ് ഉള്ളതെന്ന് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, C ഈക്വൽ ടു A∈0/d. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാളെയും കൂടെ ആവശ്യമുണ്ട്, എപ്സിലോൺ 0ൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. എന്താണ് എപ്സിലോൺ 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എപ്സിലോൺ 0 വിൽ ബി ഒന്നുകിൽ 8.9 എടുക്കാം, അല്ലെങ്കിൽ 8.85 × എനിക്ക് +2 ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ച് വരുന്ന വാല്യൂ 8.85 × 10⁻12 എന്നായിരിക്കും. ഓക്കെ, എന്ത് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ എടുക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കപ്പാസിറ്റൻസ് കാണാം. ആദ്യം എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ കപ്പാസിറ്റൻസ് കാണാൻ പോവുകയാണ്. ഓക്കെ, കപ്പാസിറ്റൻസ് C എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A∈0/d ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഏരിയ എത്രയായിരുന്നു, 50 × 10⁻⁴. ഓക്കെ, 10⁻⁴ വരും. ആൻഡ് ഇൻറ്റു 8.85 × 10⁻12 വരും. ആൻഡ് ഡി എത്രയായിരുന്നല്ലോ, ആൻഡ് ഡി എന്ന് പറയണത് 2 × 10⁻³ വരും. ഓക്കെ, നമ്മൾ നേരത്തെ 50 × 10⁻⁴ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 5 × 10⁻³ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തെങ്കിലും അറിയോ, 2.0
215 ഇൻറ്റു 10⁻⁻11 ഫാരഡ് ആയിരിക്കും എൻ്റെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ എനർജി കാണാനുള്ള ഇക്വേഷനിൽ എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടി. കപ്പാസിറ്റൻസ് കിട്ടി, വോൾട്ടേജ് എന്ത് ചെയ്യാം നമുക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പോവാണ്, എൻ്റെ യൂണിറ്റ് ഇക്വേഷൻ U = ½ CV². C എത്രയാണ് തന്നിട്ടുള്ളത്? ഹാഫ് അവിടെ തന്നെ ഉണ്ടാവും. ½ ഇൻറ്റു സിക്ക് പകരം 2.215 ഇൻറ്റു 10⁻⁻11 വരും. ആൻഡ് എൻ്റെ V², 200 സ്ക്വയർ. ഓക്കെ, അതിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4.43 ഇൻറ്റു 10⁻⁻7 ജൂളായിരിക്കും കേട്ടോ. ഓക്കെ, ഇതെന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 4.43 ഇൻറ്റു 10⁻⁻7 ജൂളായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ വാല്യൂസിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് യൂണിറ്റ് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, എന്തായാലും മാക്സിമം യൂണിറ്റ് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ വാല്യൂവിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? യൂണിറ്റ് കൊടുക്കണം. ഓക്കെ, എന്താണ്? ജൂളാണോ? എനർജിയെ ചോദിച്ചെങ്കിൽ ജൂള്, കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഫാരഡ്. അപ്പോൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും യൂണിറ്റ് കൊടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ 2 ക്വസ്റ്റ്യനും ഇവിടെ ഡീൽ ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള 2 പ്രോബ്ലംസ് ആണിത്. നമ്മൾ പ്രീവിയസ് ഇയറിൽ ആകെ എന്തേ ചോദിച്ചുള്ളൂ? 2 പ്രോബ്ലംസ് 2 ഇയറിലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2ലും നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെന്തായാലും പഠിക്കണം കേട്ടോ, ഇതൊരു തരത്തിലും മറന്നു പോകരുത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? എനർജീൻ്റെ ഇക്വേഷനും ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.